ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ കെ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയതിന് തെളിവുണ്ടെന്ന് വിവാദ ഇടനിലക്കാരൻ TG നന്ദകുമാർ. അനിൽ ആന്റണി സൂപ്പർ ദല്ലാളാണെന്നും നന്ദകുമാർ ആരോപിക്കുന്നു. അനിലിനെതിരെ പരാതിയുമായി നന്ദകുമാർ തന്നെ കണ്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ വ്യക്തമാക്കി. ആരോപണങ്ങൾക്ക് പിന്നിൽ PJ കുര്യന്റെ ഗൂഢാലോചനയെന്ന് അനിൽ കെ ആന്റണി തിരിച്ചടിച്ചു. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് TG നന്ദകുമാർ ഉന്നയിച്ചത്. ഡൽഹിയിലെ സൂപ്പർ ദല്ലാളാണ് അനിൽ. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ കെ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയ കാര്യം PJ കുര്യനും ഉമാ തോമസിനും അറിയാം. PJ കുര്യനും PT തോമസും ഇടപെട്ടാണ് 5 തവണയായി പണം തിരികെ ലഭിച്ചതെന്നും നന്ദകുമാർ. എന്ന മകൻ അനിൽ ആന്റണി എന്റെ ഇന്ന് CBI ഇന്ന നിയമനത്തിന് കാശ് മേടിച്ചിട്ടുണ്ട്. എന്റെ പണം തന്നില്ല, ഞാൻ CBI അടുത്ത് പരാതി കൊടുക്കും. ഞാനും പ്രതിയാവും, എന്നെയും റിമാൻഡ് ചെയ്യും. ഞാൻ റെഡി. പ്രസിഡന്റിനെ ഉപദ്രവിക്കലെന്നാണ് കുര്യൻ പറഞ്ഞത്. എന്നാ വിളിക്കുന്നു പറഞ്ഞു. എന്റെ മുമ്പിൽ നിന്ന് അനിലിനെ വിളിച്ച് അനിൽ പറഞ്ഞു ഞാൻ ഇമ്മീഡിയറ്റ് സെറ്റിൽ ചെയ്യും. പരാതിയുമായി നന്ദകുമാർ തന്നെ കണ്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് PJ കുര്യൻ. ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അനിൽ ആന്റണിയോടാണോ പറഞ്ഞത്, ആന്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് എനിക്ക് എന്തായാലും രണ്ടിലുള്ള ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം. K കരുണാകരനെയും AK ആന്റണിയെയും ചതിച്ച PJ കുര്യൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും നന്ദകുമാർ സ്ഥിരം കുറ്റവാളിയാണെന്നും അനിൽ ആന്റണി തിരിച്ചടിച്ചു. പണ്ട് ശ്രീ K കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ AK ആന്റണിയെ ചതിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അനിൽ ആന്റണിയും AK ആന്റണിയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ PJ കുര്യനും ഇദ്ദേഹത്തിന്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. നന്ദകുമാറിന്റെ ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് ഉമാ തോമസ് പ്രതികരിച്ചു. അനിൽ ആന്റണിക്ക് പിന്നാലെ BJP വനിതാ നേതാവിനെതിരെയും നന്ദകുമാർ ആരോപണം ഉന്നയിച്ചു. കേരളത്തിൽ നിന്നുള്ള സൂപ്പർ ടെറർ നേതാവ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം. തന്നെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്ന അനിൽ ആന്റണിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നന്ദകുമാർ വ്യക്തമാക്കി. 24 കൊച്ചി. അനിൽ കെ ആന്റണിക്കെതിരായ ആരോപണത്തിൽ വിവാദം തുടരുകയാണ്. അനിൽ കെ ആന്റണിയുടെ മറുപടിയിൽ PJ കുര്യന്റെയും TG നന്ദകുമാറിന്റെയും മറുപടികൾ നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി നിൽക്കുന്ന ഘട്ടത്തിൽ പുതിയൊരു വിഷയം കൂടി സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് വരികയാണ്. ഇന്ന് TG നന്ദകുമാറിന്റെ ചില പുതിയ ആരോപണങ്ങൾ, അനിൽ കെ ആന്റണിയുടെ മറുപടി, PJ കുര്യന്റെ പ്രതികരണം, ഇതൊക്കെ നമ്മൾ കണ്ടു. പത്തനംതിട്ടയിലെ പ്രചാരണത്തിൽ ഇത് എത്രത്തോളം ചൂടുപിടിക്കുന്നുണ്ട്? ഇന്നത്തെ പ്രതികരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, അത് ഏത് തലത്തിലാണ് എത്തി നിൽക്കുന്നത്? ശ്രീത്, TK, ഇന്നലെ AK ആന്റണിയുടെ ഒരു പ്രതികരണം വന്നത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വിജയിക്കാൻ പാടില്ല, അത് കോൺഗ്രസ് ആണ് തൻ്റെ മതം, അതാണ് തൻ്റെ വിശ്വാസം എന്ന AK ആന്റണിയുടെ പ്രതികരണം വന്നപ്പോൾ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞ് അനിൽ ആന്റണി രംഗത്തെത്തി. അതോടുകൂടി പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷമാണ് വൈകിട്ടോടുകൂടി ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നത്. അത് TG നന്ദകുമാറാണ്. TG നന്ദകുമാർ ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ തന്നെ ഈ CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് 25 ലക്ഷം രൂപ അനിൽ കെ ആന്റണി കോഴ വാങ്ങി എന്ന ആക്ഷേപം ഉന്നയിച്ചപ്പോൾ തന്നെ അത് നിഷേധിച്ചിരുന്നു. താൻ അത്തരത്തിൽ TG നന്ദകുമാറിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല എന്ന തരത്തിൽ നിഷേധിച്ചിരുന്നു. അത് പക്ഷേ PJ കുര്യനും ഉമാ തോമസിനും അറിയാം എന്നുകൂടി TG നന്ദകുമാർ പറഞ്ഞു വെച്ചപ്പോഴാണ് ഇന്ന് രാവിലെ നമ്മൾ കൃത്യമായ രീതിയിൽ PJ കുര്യൻ്റെ ഒരു പ്രതികരണം ലഭ്യമാക്കാൻ വേണ്ടി അവിടേക്ക് ചെന്നത്. PJ കുര്യൻ എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, അത് കോൺഗ്രസ് നേതാക്കളെ അടക്കം ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു പ്രതികരണമാണ് PJ കുര്യൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അത്തരത്തിൽ പണം അനിൽ കെ ആന്റണി ഈ TG നന്ദകുമാറിന് കൊടുക്കാനുള്ള വിവരം തനിക്കറിയാം, പക്ഷേ അത് എന്ത് പണമാണ്, എന്തിനുള്ള പണമാണ് എന്നതിനെക്കുറിച്ച് അറിയില്ല എന്നുകൂടി PJ കുര്യൻ ഒരു പകുതി വെച്ച് അവിടെ നിർത്തുന്നുണ്ട്. എന്തായാലും ഈ പണം എന്തിനാണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ പോലും കൃത്യമായ രീതിയിൽ TG നന്ദകുമാർ തന്നെ വന്ന് കണ്ടിട്ടുണ്ട്, ഈ പണം തിരികെ മടക്കി വാങ്ങിത്തരണം എന്നാവശ്യപ്പെട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ആ സമയത്ത് PJ കുര്യൻ തന്നെ സമ്മതിക്കുന്ന കാര്യം, അനിൽ കെ ആന്റണിയെയോ, TG നന്ദകുമാർ പറയുന്നത് അവിടെ വെച്ച് തന്നെ അനിൽ ആന്റണിയെ വിളിച്ചു, ഘട്ടം ഘട്ടമായി പണം തിരികെ ലഭിച്ചു എന്നാണ്. പക്ഷേ PJ കുര്യൻ പറയുന്ന വർഷങ്ങളായുള്ള കാര്യമാണ്, ഓർമ്മയില്ല. കൃത്യമായ രീതിയിൽ അനിൽ കെ ആന്റണിയെയോ അല്ലെങ്കിൽ AK ആന്റണിയെയോ രണ്ടിലെ ഏതെങ്കിലും ഒരാളെ താൻ വിളിച്ച് കാര്യം സംസാരിച്ചിരുന്നു. എന്തായാലും അതിന് മറുപടിയായി കൃത്യമായ രാഷ്ട്രീയ ആരോപണം തന്നെയാണ് അനിൽ കെ ആന്റണി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ PJ കുര്യനാണ്, TG നന്ദകുമാറിന്റെ ആളാണ് PJ കുര്യൻ. എന്തായാലും PJ കുര്യന്റെ പ്രധാനപ്പെട്ട ഒരു കേസ് ഒത്തുതീർപ്പാക്കി നൽകിയത് ഇയാളാണ്, TG നന്ദകുമാറാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ പത്തനംതിട്ടയിലെ രാഷ്ട്രീയത്തിലേക്ക് കോഴ ആരോപണം ചൂടുപിടിക്കുന്നു. അത് കോൺഗ്രസിനെയും BJP-യെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ്. കോൺഗ്രസിന്റെ ഭരണകാലത്താണ് സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നത്. അത് കോൺഗ്രസിന് ശുഭകരമല്ല. അനിൽ കെ ആന്റണി ആണെങ്കിൽ ഇപ്പോൾ BJP-യിലാണ്, അത് BJP-ക്കും അത്ര ശുഭകരമായ കാര്യങ്ങളല്ല. ശരി, ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.
നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നെന്ന് സ്ഥിരീകരിച്ച് വസ്തുതാന്വേഷണ റിപ്പോർട്ട്. മെമ്മറി കാർഡ് 3 തവണ പരിശോധിച്ചു എന്നാണ് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടിലുള്ളത്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നേരത്തെ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് അതിജീവിത മുന്നോട്ട് വെച്ചിരുന്ന ആശങ്കകൾ ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ഒരു അട്ടിമറി നടന്നു എന്നുള്ളൊരു സ്ഥിരീകരണം പുറത്തു വരുമ്പോൾ അത് എത്രത്തോളം പ്രധാനമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം? ശ്രീകാന്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് ഞെട്ടിക്കുന്ന സംഭവമാണ് എന്ന് പറയാതിരിക്കാനാകില്ല. കാരണം കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു, അത് തുറന്നു നോക്കി എന്നൊക്കെ പറയുന്നത് അത് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് ഗൗരവമേറിയ വിഷയം തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 3 തവണയായി അനധികൃത പരിശോധന നടന്നു എന്നാണ് കണ്ടെത്തിയത്. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ്, വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീൻ എന്നിവരാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത് എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. മജിസ്ട്രേറ്റ് ലീന റഷീദാണ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചത്. സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കാമെന്ന ധാരണയിലാണ് മെമ്മറി കാർഡ് കൈവശം വെച്ചതെന്ന് ഇവരുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം 2018 ഡിസംബർ 13 ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിൽ പരിശോധിച്ചു. രാത്രി 10:52 മഹേഷ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത്. ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് മെമ്മറി കാർഡ് തൻ്റെ ഫോണിലിട്ട് പരിശോധിച്ചതെന്ന് മഹേഷ് പറയുന്നു. 2022 ഫെബ്രുവരിയിൽ ഈ ഫോൺ യാത്രക്കിടെ നഷ്ടമായെന്നാണ് മഹേഷ് നൽകിയിരിക്കുന്ന മൊഴി. 2021 ജൂലൈ 19 വിചാരണ കോടതി ശിരസ്താർ മെമ്മറി കാർഡ് പരിശോധിച്ചു. താജുദ്ദീൻ എന്ന ഉദ്യോഗസ്ഥനാണ് പരിശോധിച്ചത്. കോടതി ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡാണ് ശിരസ്താർ പരിശോധിച്ചിട്ടുള്ളത്. വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് അതിജീവിത ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് ചുമതല ഇതിനായി നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഹൈക്കോടതിയിൽ അവർ ഇക്കാര്യത്തിൽ ഹർജി നൽകുകയും ചെയ്തിരിക്കുന്നു. ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണം സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ അതിജീവിത. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ തെളിവ് ശേഖരിച്ചിട്ടില്ല എന്ന് അതിജീവിത ആരോപിക്കുന്നു. മെമ്മറി കാർഡ് പരിശോധിച്ച ഫോൺ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് അതിജീവിത ആരോപിക്കുന്നു. വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അതായത് അതീവ ഗുരുതരം എന്ന് കൃത്യമായി പറയേണ്ട കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ, മെമ്മറി കാർഡുകൾ പരിശോധിക്കപ്പെട്ടിരിക്കുന്നു. മജിസ്ട്രേറ്റ് അടക്കം താഴേക്കുള്ള ജീവനക്കാരടക്കം ഇത് പരിശോധിച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി പരിശോധിച്ചു എന്നറിയില്ല. ആ തെളിവ് തിരിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതായത് കോടതി സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. എന്നിട്ടും ഈ പ്രതികൾക്കെതിരെ എന്ത് നടപടിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഒന്നും തന്നെ പറയുന്നില്ല. അതിനാൽ IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ഇത് അന്വേഷിക്കണമെന്നാണ് അവർ ഹൈക്കോടതിയിൽ അതിജീവിത ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഈ അന്വേഷണ റിപ്പോർട്ട് അത് തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് ജില്ലാ സെഷൻസ് ജഡ്ജി ശ്രമിക്കുന്നത് എന്നുകൂടി അവർ പറയുന്നു. അതിനാൽ ഈ റിപ്പോർട്ട് തള്ളണം, ഇതാണ് അവരുടെ ആവശ്യം. ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുമ്പോൾ അത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും ഇനി ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കാം. ചെറിയ പെരുന്നാൾ സന്ദേശത്തിൽ വിവാദ സിനിമ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനത്തെ വിമർശിച്ച് ഇസ്ലാം മത പണ്ഡിതർ. കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ ഉപകരണമായി മാറരുതെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി പറഞ്ഞു. സിനിമ പ്രദർശിപ്പിച്ചാൽ തകരുന്നതല്ല കേരളത്തിലെ മതേതരത്വമെന്ന് KNM ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂരും വ്യക്തമാക്കി. തലശ്ശേരി അതിരൂപത നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് KCYM സിനിമ പ്രദർശിപ്പിച്ചു. വിവാദ സിനിമ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച സഭാ നിലപാടിനെ വിമർശിച്ച് പാളയം ഇമാം. ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ടൂളായി മാറാൻ പാടില്ല. നമുക്കിടയിൽ ഹെയ്റ്റ് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല, അകറ്റുന്നതാവരുത് കല. കേരള സ്റ്റോറി ജനം അംഗീകരിക്കില്ലെന്ന് KNM ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ. ഈ സൗഹാർദ്ദം തകർക്കുന്ന വിധത്തിൽ കേരള ഹിസ്റ്ററി സിനിമയുണ്ടാക്കി പ്രദർശിപ്പിച്ചത് കാര്യമില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല. നമ്മൾ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ ഒന്നാണ്. കേരളത്തിന്റെ ഹിസ്റ്ററി അതാണ്, റിയൽ ഹിസ്റ്ററി. ദർ ഈസ് ലവ്. അതേസമയം തലശ്ശേരി അതിരൂപതയുടെ വിലക്ക് മറികടന്ന് വിവാദ സിനിമ കേരള സ്റ്റോറി KCYM പ്രദർശിപ്പിച്ചു. കണ്ണൂർ ചെമ്പന്തൊട്ടിയിലെ സെന്റ് ജോർജ് പള്ളി പാരീഷ് ഹാളിൽ ഇന്നലെ രാത്രി 8-നായിരുന്നു പ്രദർശനം. സ്വതന്ത്ര സംഘടന എന്ന നിലയിലാണ് ചിത്രം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് KCYM ഭാരവാഹികൾ പ്രതികരിച്ചു.
സിനിമയുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാനില്ലെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് വിവാദത്തിനില്ലെന്നുമായിരുന്നു അതിരൂപതയുടെ നിലപാട്. സിനിമ പ്രദർശിപ്പിച്ചതിൽ ഇടുക്കി രൂപതയെ പിന്തുണച്ച് BJP മുഖപത്രം രംഗത്തു വന്നു. കേരള സ്റ്റോറിയെ എതിർക്കുന്നവർ ലവ് ജിഹാദിനെ നിഷേധിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ലേഖനത്തിലെ ചോദ്യം. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും സിനിമയെ എതിർക്കുന്നത് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണെന്നാണ് ലേഖനത്തിലെ ഉള്ളടക്കം. 24 കണ്ണൂർ. ദ കേരള സ്റ്റോറിക്ക് മറുപടിയായി മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച് വൈപ്പിൻ സാൻജോപുരം സെന്റ് ജോസഫ് ദേവാലയം. സത്യം വിളിച്ചു പറയേണ്ടത് ആവശ്യമാണെന്ന് വികാരി ഫാദർ നിതിൻ പനവേലിൽ പറഞ്ഞു. സിറോ മലബാർ സഭാ രൂപതകളിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിന് എതിരെ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തി. സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെ പിന്തുണച്ച് BJP രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈപ്പിൻ സാൻജോപുരം ദേവാലയത്തിൽ മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. അവധിക്കാല ബൈബിൾ ക്ലാസിന്റെ അവസാന ദിനത്തിലാണ് വിദ്യാർത്ഥികൾക്കായി മണിപ്പൂർ ദ ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. ദ കേരള സ്റ്റോറി പോലുള്ള പ്രൊപ്പഗാൻഡ സിനിമകളിൽ ഒരു വശത്ത് പ്രചരിപ്പിക്കുമ്പോൾ സത്യം വിളിച്ചു പറയേണ്ടത് ആവശ്യമാണെന്ന് വികാരി ഫാദർ നിതിൻ പനവേലിൽ. കുഞ്ഞുങ്ങളിലേക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് ഒരു പ്രൊപ്പഗാണ്ടയുടെ ഭാഗമായി വരുന്നൊരു സിനിമയല്ല. പക്ഷേ കുഞ്ഞുങ്ങളോടുള്ള കൺസേൺ കൊണ്ടായിരിക്കും ഇടുക്കി രൂപത അത് ചെയ്തത്. അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി സുരക്ഷിതമായിരിക്കണം എന്നുള്ള ഒരു പിതൃസഹജമായ സ്നേഹം കൊണ്ടായിരിക്കും അവരത് ചെയ്തത്. പക്ഷെ അവരെടുത്ത മെറ്റീരിയൽ മാത്രം അത്ര കറക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഞാൻ അവരെ ചെറുക്കാൻ പോകുന്നില്ല, അവരെ എതിർക്കാനും പോകുന്നില്ല. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് എന്താണ് കൊടുക്കുക എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതൊരിക്കലും കേരള സ്റ്റോറി ആയിരിക്കരുതെന്നുള്ളതുകൊണ്ട്, മണിപ്പൂർ സ്റ്റോറി ആയതിൽ തെറ്റുമില്ല എന്നുള്ളതുകൊണ്ട്. സിറോ മലബാർ സഭാ രൂപതകളിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെ വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നു. ഇപ്പോഴത്തെ കേരള സ്റ്റോറിയിൽ അവർ പറയുന്നത് ഒന്നാമത്തെ ആഭ്യന്തരശത്രുവായി അവർ കാണുന്ന മുസ്ലിമുകളെ പറ്റിയാണെങ്കിൽ ഇതിൽ മറന്നു പോകരുത്, ഇന്ന് ഞാൻ നാളെ നീ എന്ന ചൊല്ല്. ഇന്ന് മുസ്ലിമുകൾ നാളെ ക്രിസ്ത്യാനികൾ, നാളെ പരിപാടി RSSന്റെ. കേരള സ്റ്റോറി, കാശ്മീർ ഫയൽ സിനിമകൾക്ക് പിന്നിൽ സംഘപരിവാർ അജണ്ടയെന്ന് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ വിമർശിച്ചു. 24 കൊച്ചി. പാലക്കാട് ഇന്നലെ രേഖപ്പെടുത്തിയത് റെക്കോർഡ് ചൂടാണ്. 45.4 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ കാഞ്ഞിരപ്പുഴയിൽ രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തുടനീളം നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചുട്ടുപൊള്ളുന്ന നിലയിലേക്ക് താപനില ഓരോ ദിവസവും കൂടി വരുന്ന നിലയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ഏറ്റവും രൂക്ഷമായി നിൽക്കുന്നത്. ജില്ലയിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ 40 ഡിഗ്രിക്ക് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേനൽ മഴ കൂടി ലഭിക്കാതായതോടെ കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് പാലക്കാട് ജില്ല. 2 ദിവസം മുൻപ് എരുമയൂരിൽ രേഖപ്പെടുത്തിയ 44.7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പാലക്കാട് ജില്ലയിൽ ഇത്തവണ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. ഈ റെക്കോർഡാണ് ഇന്നലെ കാഞ്ഞിരപ്പുഴ തിരുത്തിയത്, 45.4 ഡിഗ്രി സെൽഷ്യസ്. മങ്കരയിൽ ഇന്നലെ 43.3 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. മലമ്പുഴ ഡാമിൽ 42.1 ആയിരുന്നു ഇന്നലത്തെ ചൂട്. രാവിലെ 11 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ജോലിയൊക്കെ ചെയ്യുമ്പോൾ മരച്ചോട്ടിലൊക്കെ പോയി നിൽക്കണം, വണ്ടി റോഡിലിട്ട്. ഓട്ടം കിട്ടിയ തൃശ്ശൂർ അവിടെയും പോയിട്ട് വരാൻ സാധിക്കില്ല. അത്രയും ചൂടാണ്. പൊള്ളുണ്ട് ചൂടാണ്. വേനൽ മഴ പെയ്യാത്തതും ദുരിതം ഇരട്ടിയാക്കുന്നുണ്ട്. ഏപ്രിൽ മാസം തന്നെ ഇത്രയധികം ചൂട് രേഖപ്പെടുത്തിയതോടെ ജൂണിൽ കാലവർഷം എത്തുന്നതുവരെ എങ്ങനെ കഴിഞ്ഞുകൂടുമെന്ന ആശങ്കയിലാണ് പാലക്കാട്ടുകാർ. പാലക്കാട്ടെ ഓരോ പ്രദേശങ്ങളെയും ചുട്ടുപൊള്ളിക്കുകയാണ് സൂര്യൻ. ചൂടിങ്ങനെ കൈവിട്ടുപോയാൽ മെയ് മാസം കഴിയുന്നതുവരെ എന്തു ചെയ്യുമെന്നാണ് പാലക്കാട്ടുകാർ പരസ്പരം ചോദിക്കുന്നത്. S. ശ്യാംകുമാർ, 24 ആലത്തൂർ. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ സർവകാല റെക്കോർഡാണ്. നമുക്കറിയാം സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ചൂടാണ്. രാത്രിയൊന്നും കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പലയിടത്തും. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗവും വർദ്ധിച്ചു വരുന്നു. അത് സർവകാല റെക്കോർഡിലേക്ക് എത്തുന്നു. 111.79 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപഭോഗം ഉയർന്നു നിൽക്കുന്ന സമയപരിധിയിലും മാറ്റം വന്നിട്ടുണ്ട്. തൽക്കാലം നിയന്ത്രണം വേണ്ട എന്നാണ് എന്തായാലും KSEBയുടെ തീരുമാനം. ഓരോ ദിവസവും വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് തിരുത്തുകയാണ്. തിങ്കളാഴ്ച 110.10 ദശലക്ഷം യൂണിറ്റാണ് ഉപയോഗിച്ചത്. ഇന്നലെ അത് 111.79 ദശലക്ഷം യൂണിറ്റായി ഉയർന്നു. പ്രതിദിന വൈദ്യുതി ഉപഭോഗം 11 കോടി കവിയുന്നത് KSEBയെ ആശങ്കപ്പെടുത്തുന്നു. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതാണ് വൈദ്യുതി ഉപഭോഗം കൂടാൻ കാരണം. പകലും രാത്രിയും ചൂട് ഒരുപോലെ കൂടിയതോടെ വൈദ്യുതി ഉപയോഗത്തിലെ പീക്ക് ടൈമിനും മാറ്റം വന്നു. നേരത്തെ വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെയായിരുന്നു ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം.
ഇപ്പോൾ അത് വൈകിട്ട് 6 മുതൽ പുലർച്ചെ 1 മണി വരെയായി നീണ്ടു. തിങ്കളാഴ്ച ഏറ്റവും ഉയർന്ന ആവശ്യകത രേഖപ്പെടുത്തിയത് രാത്രി 10:44-നാണ്. ഉപയോഗത്തിനനുസരിച്ച് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് കൂടുതൽ താപവൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. യൂണിറ്റിന് ശരാശരി 12 രൂപയ്ക്ക് മുകളിലാണ് ചെലവ്. വൈദ്യുതി ആവശ്യകത കൂടിയതോടെ പ്രസരണ വിതരണ ശൃംഖലയിൽ തകരാറുണ്ടാകുന്നു. ഇത് അടിയന്തരമായി പരിഹരിക്കാനും ബോർഡ് തീരുമാനിച്ചു. ഉപയോഗം കൂടിയെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതില്ലെന്നാണ് ബോർഡ് തീരുമാനം. 24 തിരുവനന്തപുരം. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പെരുന്നാൾ ആശംസ നേരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. പെരുന്നാളായിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നവരുണ്ട്. ഡ്യൂട്ടിയിലായിരുന്നു നമ്മളൊക്കെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലേക്കൊക്കെ നമ്മൾ കടക്കും. സർവേയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഗോവിന്ദ് മേനോൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. സർവേ 7 മണിക്കാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മൾ സർവേയുമായി ബന്ധപ്പെട്ടുള്ള സർവേ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അതിൻ്റെ 4ാം ഘട്ടമാണ്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഏത് തരത്തിലാണ് ജനം ചിന്തിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയൊരു സാമ്പിൾ ശേഖരണത്തിലൂടെ അതിൻ്റെ ഫലം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കും. എന്തായാലും എല്ലാ പ്രേക്ഷകരും 24-നൊപ്പം സർവേ കാണാൻ ഭാഗമാകുക. സമയം മറക്കരുത്. 7 മണി മുതലാണ് സർവേ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അങ്ങനെ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രേക്ഷകർ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്. തുടരുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹുകളിൽ സജീവമായി പങ്കെടുത്ത സ്ഥാനാർത്ഥികൾ. കണ്ണൂരും കോഴിക്കോടും LDF UDF സ്ഥാനാർത്ഥികൾ ഈദ്ഗാഹിന്റെ ഭാഗമായി. റിപ്പോർട്ട് കണ്ടുവരാം. ഈദ്ഗാഹുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥികളുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ആശംസകളുമായി നമസ്കാര കേന്ദ്രങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തി. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ LDF സ്ഥാനാർത്ഥി MV ജയരാജനും UDF സ്ഥാനാർത്ഥി K സുധാകരനും പങ്കെടുത്തു. കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എളമരം കരീം, UDF സ്ഥാനാർത്ഥി MK രാഘവൻ എന്നിവരും ചെറിയ പെരുന്നാൾ പ്രാർത്ഥനകളുടെ ഭാഗമായി കടപ്പുറത്ത് സംഘടിപ്പിച്ച സംയുക്ത ഈദ്ഗാഹിലായിരുന്നു ഇരുവരുടെയും സാന്നിധ്യം. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂരും ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും പങ്കെടുത്തു. തലശ്ശേരി സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഭാഗമായി. പൊന്നാനിയിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ സ്വന്തം നാട്ടിലാണ് പെരുന്നാൾ ആഘോഷിച്ചത്. മലപ്പുറത്തെ ഇടത് സ്ഥാനാർത്ഥി V വസീഫ് വോട്ടർമാർക്കൊപ്പം പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന്റെ പെരുന്നാൾ ആഘോഷം നാട്ടുകാർക്കൊപ്പമായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. അടുത്ത സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടി ചർച്ച ചെയ്യാൻ വിവിധ മന്ത്രാലയങ്ങളുടെ യോഗം വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരും. ആദ്യ 100 ദിവസത്തെ സാമ്പത്തിക അജണ്ട രൂപീകരിക്കാനാണ് യോഗം. ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ പ്രധാന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും നേരത്തെ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച വിയോഗ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ്. സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. സംസ്കാരം നാളെ തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ശ്രദ്ധേയമായ ഒരുപാട് ചിത്രങ്ങളുടെ നിർമ്മാതാവ്, പഞ്ചവടിപ്പാലം, സുഗമോദേവി, മൂന്നാം പക്കം, അങ്ങനെ ശ്രദ്ധേയമായ ഒരുപാട് ചിത്രങ്ങൾ അതിൻ്റെ നിർമ്മാതാവ് വിടവാങ്ങുന്നു. എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഓർക്കാൻ കഴിയുക ഗിരീഷ്? സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ ഉച്ചയ്ക്ക് 12:52 അന്തരിച്ചത്. കിംസ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ദീർഘകാലമായി കരൾ സംബന്ധമായ ചികിത്സയിലായിരുന്നു. ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ വീണ്ടും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. റീജിത്ത് സൂചിപ്പിച്ച പോലെ മലയാളത്തിലേക്ക് ഒരുപിടി നല്ല സിനിമകൾ, ക്ലാസിക് സിനിമകൾ തന്നെ സമ്മാനിച്ച ഒരു നിർമ്മാതാവായിരുന്നു ഗാന്ധിമതി ബാലൻ. ചലച്ചിത്രത്തെ
വെറുമൊരു വരുമാന മാർഗം എന്നതിലുപരി ഒരു ഹൃദയത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്ന നിർമ്മാതാക്കൾ ഒരാൾ എന്ന് തന്നെ കാന്തിമതി ബാലനെ വിശേഷിപ്പിക്കാം. മലയാളത്തിലെ പല ക്ലാസിക് സിനിമകളുടെയും പിറവിക്ക് പിന്നിൽ ഈ സംഗീതത്തെയും അതോടൊപ്പം തന്നെ കലയെയും സ്നേഹിക്കുന്ന ഈ നിർമ്മാതാവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ധാരാളം വായിക്കുക, സിനിമയിലേക്ക് കഥ കണ്ടെത്തുക, മികച്ച എഴുത്തുകാരെ തിരക്കഥാ ജോലി ഏൽപ്പിക്കുക, ഇങ്ങനെ സിനിമയുടെ ആദ്യ അവസാനം എല്ലാത്തിലും ഭാഗവാക്കായിരുന്ന ഒരു നിർമ്മാതാവ്. അങ്ങനെയുള്ള നിർമ്മാതാക്കളുടെ പരമ്പരയിലെ അവസാന കണ്ണികളുള്ള ഒരാളായിരുന്നു കാന്തിമതി ബാലൻ. അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇക്കാര്യം വ്യക്തമാകുന്നതാണ്. 1982 ബാലേന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യം, 84 KG ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പഞ്ചവടിപ്പാലം, അതോടൊപ്പം തന്നെ ജെ ശശികുമാർ സംവിധാനം ചെയ്ത പത്താമുദയം, വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സുഗമോ ദേവി, പി പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന നൊമ്പരത്തിപ്പൂവ്, പി പത്മരാജൻ തന്നെ സംവിധാനം ചെയ്ത മൂന്നാം പക്കം തുടങ്ങി അങ്ങനെ നിരവധി ക്ലാസിക് സിനിമകൾ മലയാളത്തിലേക്ക് സമ്മാനിച്ച ഒരു നിർമ്മാതാവ് എന്നാണ് കാന്തിമതി ബാലനെ വിശേഷിപ്പിക്കുക. അത്തരം നിർമ്മാതാക്കളിലെ കണ്ണികളിലെ ഒടുവിലത്തെ ആൾ എന്നും നമുക്ക് കാന്തിമതി ബാലനെ വിശേഷിപ്പിക്കാൻ കഴിയും. പി. ഗിരീഷ് തുടരുക. ക്ലാസിക് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച നിർമ്മാതാവും വിതരണക്കാരനുമായ ഗാന്ധിമതി ബാലൻ ഓർമ്മയാവുകയാണ്. പഞ്ചവടിപ്പാലം, മൂന്നാം പക്കം, നൊമ്പരത്തിപ്പൂവ്, സുഗമോദേവി, ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്കെന്നും ഓർക്കാൻ കഴിയുന്ന, മലയാളത്തിനെന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരുപാട് സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം വിട പറഞ്ഞു പോകുന്നത്. വരുമാനത്തിൽ എന്നതിലുപരി സിനിമയെ ഹൃദയത്തോട് ചേർത്ത കലാകാരൻ കൂടിയാണ് വിട പറഞ്ഞു പോകുന്നത്. സിനിമ എപ്പോഴും അതിൻ്റെ സാമ്പത്തിക വിജയം കൂടി കൈവരിക്കണം എന്നത് പ്രധാനമാണ് എന്നിരിക്കെ അതിനുവേണ്ടിയുള്ള മത്സരങ്ങൾ സജീവമായി നിന്നിരുന്ന സമയങ്ങളിലൊക്കെ നല്ല സിനിമയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചൊരു പ്രതിഭയാണ് വിട പറഞ്ഞു പോകുന്നത്. പത്മരാജൻ സിനിമകളിലൂടെ മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനായ അദ്ദേഹം മാറുന്നത് നമ്മൾ കണ്ടു. മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ വേണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനൊരു നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ മലയാളികൾക്ക് എന്നും മനോഹരമായ ദൃശ്യാനുഭവം നൽകിയ ഒരു പ്രതിഭ കൂടി കാലയവനികയ്ക്കുള്ളിൽ മറയുകയാണ്. വി. എ. ഗിരീഷ് തുടരുന്നുണ്ട്. ഗിരീഷ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു സിനിമയെ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ തലത്തിൽ കാണാതെ കലാമൂല്യമുള്ള സിനിമകൾ മലയാളിക്ക് സമ്മാനിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. അങ്ങനെ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു നിർമ്മാതാവിന് നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി അദ്ദേഹം ആ സിനിമയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ആ പ്രതിസന്ധികളൊക്കെ മറന്ന് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനും കഴിഞ്ഞു. ഗിരീഷ്, രഞ്ജിത്ത്, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്നുള്ളത്. കാരണം ഒരു സിനിമ അതൊരു ക്ലാസിക് സിനിമയാക്കുക, താൻ എടുക്കുന്ന അല്ലെങ്കിൽ താൻ നിർമ്മിക്കുന്ന സിനിമകളെല്ലാം തന്നെ ഇത്തരത്തിലൊരു ക്ലാസിക് ടച്ച് വേണം എന്നൊരു നിർബന്ധ ബുദ്ധി കാന്തിമതി ബാലനുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്റെ സിനിമകളുടെ വ്യാജ പതിപ്പൊക്കെ ഇറങ്ങി അത് വലിയ തോതിൽ ആളുകൾ കാണുന്നതൊക്കെ അദ്ദേഹം ഇങ്ങനെ നോക്കി നിന്നിട്ടുമുണ്ട്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിലൊന്നും തനിക്ക് നിരാശയില്ല, കലാമൂല്യമുള്ള സിനിമകളല്ലേ, ജനങ്ങൾ കണ്ടോട്ടെ എന്നുള്ളതായിരുന്നു. ഏതാണ്ട് 30ഓളം ചിത്രങ്ങളുടെ നിർമ്മാണവും വിതരണവും ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഇത്തിരി നേരം ഒത്തിരി കാര്യം ആയിരുന്നു ആദ്യ സിനിമ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രീതി സൂചിപ്പിച്ച പോലെ തന്നെ കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ വിജയം കണ്ട അപൂർവം നിർമ്മാതാക്കളിൽ ഒരാൾ എന്നുള്ളത് തന്നെയാണ് കാന്തിമതി ബാലനെ കുറിച്ചുള്ള ഒരു വിശേഷണം. കാരണം ഈ പറഞ്ഞ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സിനിമകളെല്ലാം തന്നെ അത് ക്ലാസിക് ആണ്, എന്നാൽ അതേസമയം തന്നെ സാമ്പത്തികമായി വിജയം കൈവരിച്ചതുമാണ്. ഇങ്ങനെ സിനിമയെ അത്ര കണ്ട് സ്നേഹിച്ച, അതോടൊപ്പം തന്റെ സിനിമകളിൽ നല്ല ഗാനങ്ങൾ ഉണ്ടാകണം, അതിനുവേണ്ടി യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും വഴങ്ങാത്ത അത്തരത്തിലുള്ള ഒരു കലാകാരൻ കൂടിയാണ്. കലയെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു കാന്തിമതി ബാലൻ. അത് അദ്ദേഹത്തിന്റെ ചിത്രരഥങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക വേദികളിലെല്ലാം തന്നെ കാന്തിമതി ബാലൻ സജീവമായിരുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സിനിമാ നിർമ്മാണത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുമ്പോഴും അത് ഈ സിനിമകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഒരു ഇടവേളയിലേക്ക് പോയി. ഈ ഇടവേളയിലെല്ലാം തന്നെ അദ്ദേഹം ഈ സാംസ്കാരിക, സാമൂഹ്യ, സാഹിത്യ മേഖലകളിലെല്ലാം തന്നെ സജീവമായിരുന്നു. വി. എ. ഗിരീഷ് തുടരുക. തിരുവനന്തപുരത്ത് നിന്ന് വി. എ. ഗിരീഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായിരുന്ന ഗാന്ധിമതി ബാലൻ ഓർമ്മയായിരിക്കുന്നു. അസുഖത്തെ തുടർന്ന് കിംസ് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളിൽ പലതിൻ്റെയും നിർമ്മാണം ഗാന്ധിമതി ബാലനായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മലയാളിക്കെന്നും അഭിമാനിക്കാവുന്ന ഒരുപിടി ചിത്രങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ക്രീനിൽ പോകുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് ഒരുപാട് മനോഹരമായ കഥാപാത്രങ്ങൾ, ഗാനങ്ങളൊക്കെ ഓടിയെത്തുന്നുണ്ട്. അതിനൊക്കെ പിന്നിൽ ഗാന്ധിമതി ബാലൻ്റെ അധ്വാനം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സമർപ്പണം
ഉണ്ടായിരുന്നു. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തെത്തിയ ഗാന്ധിമതി ബാലൻ പിന്നീട് ഒരുപാട് ചിത്രങ്ങളുടെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടു. പഞ്ചവടിപ്പാലം, മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, സുഗമോ ദേവി, മാളൂട്ടി, നൊമ്പരത്തിപ്പൂവ്, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, ഇരകൾ, പത്താമുദയം തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ. ആ ചിത്രങ്ങളുടെയൊക്കെ പ്രത്യേകത അതിനൊക്കെ ഒരു ക്ലാസിക് സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മനോഹരമായ ഗാനങ്ങൾ അതിലുണ്ടായിരുന്നു. ഒരുപാട് അഭിനയ പ്രതിഭകളെ മലയാളത്തിന് പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരുപാട് വലിയ സാമ്പത്തിക വിജയങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും അതൊക്കെ ആ സാമ്പത്തിക വിജയം തന്നെയായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ തലത്തിൽ ഒരു മത്സരത്തിന് വേണ്ടി സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രീതി. എക്കാലവും നിലനിൽക്കുന്ന, മലയാളത്തിന് അഭിമാനിക്കാവുന്ന, ഓരോ മലയാളിക്കും ഹൃദയത്തോട് ചേർത്ത് നിർത്താവുന്ന സിനിമകൾ നൽകുക, മലയാളത്തിന് നൽകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ സമയത്ത് അദ്ദേഹം വിട പറഞ്ഞു പോകുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ടി വരുന്നതും. ഷിബു ബേബി ജോൺ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു ബേബി ജോൺ, ഒരു പ്രതിഭ കൂടി നമ്മളെ വിട്ടുപോവുകയാണ്, സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് ശ്രീ ഷിബു ബേബി ജോൺ? എനിക്ക് ഒരു 3 പതിറ്റാണ്ടിലേറെ ആയിട്ടുള്ള ബന്ധം, ഉറ്റ സൗഹൃദം മാറി ഒരു കുടുംബം പോലെ ഞങ്ങൾ ഇരു കുടുംബങ്ങളും മാറി. മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ 16 വർഷമായിട്ട് ബേബി ജോൺ ഫൗണ്ടേഷന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. സിനിമാ രംഗത്ത് അദ്ദേഹത്തിന്റെ കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഏകദേശം 1 വർഷമായി അദ്ദേഹത്തിന് രോഗം ആരംഭിച്ചിട്ട്. അന്നേരം അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു നല്ല സിനിമ എടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അനേക വർഷങ്ങളായി അദ്ദേഹം പങ്കുവയ്ക്കുന്ന കാഴ്ചപ്പാടായിരുന്നു. ആ നിലയിൽ മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഒരു നഷ്ടം തന്നെയാണ്. അദ്ദേഹം കേവലം ഒരു നിർമ്മിതാവല്ലായിരുന്നു. അദ്ദേഹം ഈ ദിവസം ടോട്ടൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇതിന്റെ എല്ലാ മേഖലയിലെ കുറിച്ച് സ്പർശിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ് ഒരു സഹോദര തുല്യൻ ആയിട്ടുള്ള ഒരു വ്യക്തി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ശരി, ഷിബു ബേബി ജോൺ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുകയായിരുന്നു. സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചിരിക്കുന്നു. 69 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. സംസ്കാരം നാളെ തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിലാണ് നടക്കുക. വി എ ഗിരീഷ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗിരീഷ്, ഇപ്പോൾ ഷിബു ബേബി ജോൺ സൂചിപ്പിക്കുകയായിരുന്നു, ഒരു പൂർണ്ണ അർത്ഥത്തിലൊരു കലാകാരൻ എന്ന് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഒരുപക്ഷെ വളരെ പെട്ടെന്നൊരു സിനിമാ നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ സാമ്പത്തിക വശങ്ങൾ കൂടി വരാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കൊരു നല്ല കലാമൂല്യമുള്ള സിനിമ ഉണ്ടാകണം, അതിനുവേണ്ടി പ്രയത്നിക്കണം, നല്ല കലാകാരന്മാരുണ്ടാവണം എന്നുള്ള ആഗ്രഹം വെച്ചു പുലർത്തിയിരുന്നൊരു പ്രതിഭയാണ് വിട പറഞ്ഞു പോകുന്നത്. വി എ ഗിരീഷിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാർ, സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ ഒരു പ്രതിഭ കൂടി നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുക, താങ്കളുമായുള്ള വ്യക്തിബന്ധവും? റീജിത്ത്, വളരെ സങ്കടകരമായൊരു വാർത്തയാണ്. അദ്ദേഹം കുറച്ച് ദിവസങ്ങളിലായി ചികിത്സയിലായിരുന്നു എന്ന് എനിക്കറിയാം. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. എനിക്കൊക്കെ വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഒരു ചലച്ചിത്ര നിർമ്മാതാവ് എന്ന് നമുക്ക് അദ്ദേഹത്തെ പറയുന്നതിന് അപ്പുറം ശരിക്കും ഒരു നിർമ്മാതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു മോഡലായിരുന്നു ഈ ഗാന്ധിമതി ബാലൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് പണം വാരി പടങ്ങൾ ഉണ്ടാക്കുകയായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മനുഷ്യന് കാണാൻ കൊള്ളാവുന്ന നല്ല സൗന്ദര്യബോധം പ്രകടിപ്പിക്കുന്ന മനുഷ്യാംശമുള്ള നല്ല ചിത്രങ്ങൾ നിർമ്മിക്കുകയായിരുന്നു. ബോക്സ് ഓഫീസിൽ തകർന്നു പോയാലും ഇതൊന്നും പ്രശ്നമല്ല. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ 30-ലധികം പടങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളെല്ലാം തന്നെ പത്മരാജനെ പോലെയുള്ള കൃതഹസ്ഥരായ ഏറ്റവും നല്ല സംവിധായകരാണ് അദ്ദേഹത്തിന്റെ പടങ്ങൾ ഉണ്ടാക്കിയുള്ളത്. നമ്മുടെ നാട്ടിലെ സിനിമയിലെ ഒരു സർവകലാശാലയിൽ നമുക്ക് വിളിക്കാൻ കഴിയുന്ന KG ജോർജിന്റെ പഞ്ചോടിപ്പാലവും മാതാവിന്റെ വാരിയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളായിരുന്നു. അതുപോലെ പത്മരാജന്റെ മൂന്നാം പക്കം ഒരു ക്ലാസിക് ആയിരുന്നു. അപ്പൊ ഈ അദ്ദേഹം സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കുക. അദ്ദേഹം കുറെ അധികം ദിവസങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൽ ഈ പ്രഭാത നടത്തത്തിന് പോകുമായിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് സിനിമാ കഥകൾ അദ്ദേഹം പറയും. അദ്ദേഹം കടന്നു വന്ന വഴികളെ കുറിച്ച് പറയും. പത്മരാജനെ പോലെയുള്ള ഏറ്റവും പ്രതിഭയുള്ള ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാവുകളും പകലുകളും ഒക്കെ അദ്ദേഹം പങ്കുവയ്ക്കുമായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയെക്കുറിച്ച് എന്നും ഒരുപാട് സ്വപ്നങ്ങൾ സൂക്ഷിച്ച ആളായിരുന്നു അദ്ദേഹം. ബാലചന്ദ്രമേനോന്റെ സിനിമയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്
യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഒരു ഭാവുകത്വ പരിണാമത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് രോഗം പിടികൂടുകയായിരുന്നു. കുറച്ചധികം ദിവസങ്ങളായി ഈ രോഗത്തോട് അദ്ദേഹം മല്ലടിക്കുകയായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം മടക്കി വരും. എപ്പോഴും അദ്ദേഹം വളരെ ഒരു ചിരിച്ച ഒരു മുഖത്തോട് മാത്രമേ ആൾക്കാരെ കാണാറുള്ളൂ. എത്ര സാധാരണക്കാരോട് ഇടപഴകാനും അദ്ദേഹത്തിന് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഓർമ്മിക്കുകയാണ്, അദ്ദേഹം ഇനിയും സിനിമകൾ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു കൂടുതലും പറഞ്ഞിരുന്നത്. മണിവത്തൂരിലെ 1000 ശിവരാത്രികളും സുഗമോദേവിയും മാളൂട്ടിയും പോലെയുള്ള സിനിമകൾ ഇനിയും വരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നല്ല പടങ്ങളിൽ വരും. പത്തനംതിട്ടയിൽ എന്തൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അവിടുത്തെ ഒരു കാപ്പിൽ തറവാട്ടിലെ അംഗമായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-40 കൊല്ലമായി കാണുമെന്നാണ് എന്റെ ഓർമ്മ. ഈ ശരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം വലിയൊരു നീണ്ട ഇടവേള അദ്ദേഹത്തിന് ഈ ചലച്ചിത്ര നിർമ്മാണത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും മലയാള സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ്. കാര്യം ഇത്രയധികം നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു നിർമ്മാതാവാണ് കടന്നുപോയത്. മാത്രമല്ല സിനിമയുടെ ഈ ആദ്യത്തെ ഈ ചർച്ചകൾ നടക്കുന്ന ദിവസം മുതൽ ഈ ചിത്രം തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള കാലയളവിൽ സംവിധായകനൊപ്പം ഒരു നെടുന്തൂണ് പോലെ നിൽക്കുന്ന നിർമ്മാതാവായിരുന്നു ഈ ഗാന്ധിമതി ബാലൻ. ഒരുപക്ഷെ ഒരുപാട് സിനിമകൾ നിർമ്മിച്ച് കോടീശ്വരനാകുകയായിരുന്നില്ല ഈ മനുഷ്യന്റെ ലക്ഷ്യം. പക്ഷെ അദ്ദേഹം കടന്നുപോയി. വളരെ സങ്കടകരമായ ഒരു കാര്യമായിട്ട് ഞാനതിനെ കാണുന്നു. വളരെ ഏറ്റവും ഒരു അടുത്ത സ്നേഹിതനാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. എന്റെ വ്യക്തിപരമായ ദുഃഖവും 24 സങ്കടവും ഈ കുടുംബത്തെ നമ്മൾ അറിയിക്കുന്നു. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പത്മരാജനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ ഗാന്ധിമതി ബാലൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിമുഖത്തിൽ അത് ഒരു നല്ലൊരു കഥ പോലെ വിശേഷിപ്പിച്ച് അദ്ദേഹം പറയാറുണ്ട്. ഒന്നാ കാര്യം. മറ്റൊന്ന്, ഈ ഒരു നിർമ്മാതാവ് എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ അതിൻ്റെ സിനിമയുടെ ഒരു സാമ്പത്തിക വശം കൂടി കയറി വരാം. പക്ഷേ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്തേക്ക് ചിന്തിക്കുകയും നല്ല കലാമൂല്യമുള്ള സിനിമകൾ മലയാളിക്ക് നൽകണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് ഈ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സിനിമകളൊക്കെ പലതും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതുമാണ്. ഇങ്ങനെ കലയോട് ആത്മസമർപ്പണം ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക വിജയം അത് താനേ വന്നുകൊള്ളും എന്നുള്ളൊരു തിയറിയുടെ വക്താവ് കൂടിയായി ഗാന്ധിമതി ബാലൻ മാറുന്നത് നമ്മൾ കണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ഗാന്ധിമതി ബാലന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയായിരുന്നു. ഇപ്പൊ 3-ാം പക്കം എന്നുള്ള സിനിമ പത്മരാജന്റെ ഹിറ്റായിരുന്നു. പക്ഷേ അതേസമയം ആ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പത്മരാജനുമായി നമ്മൾ കഴിഞ്ഞുള്ള ദിവസങ്ങൾ തന്നെ എനിക്ക് ഏറ്റവും വലിയ ലാഭമാണെന്നാണ് ഗാന്ധിമതി ബാലൻ പറയുന്നത്. കാരണം ഒരു സർഗാത്മക വ്യക്തിപ്രഭാവം എന്നതിനപ്പുറം പത്മരാജന്റെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും അടുപ്പുള്ള ചലച്ചിത്ര നിർമ്മാതാവും കൂടിയായിരുന്നു ഈ ഗാന്ധിമതി ബാലൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സംവിധായകനും നിർമ്മാതാവും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അദ്ദേഹത്തിന്. അതേപോലെ ഈ ആദാമിന്റെ ഭാര്യയിൽ എന്നുള്ള സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ സ്ത്രീപക്ഷ സിനിമയാണ്. അപ്പൊ ഈ സിനിമ ആ സിനിമയും സാമ്പത്തികമായി വൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ചിത്രമൊന്നുമല്ല. പക്ഷേ ആ സിനിമ ഉണ്ടാക്കിയത് ഒരുപക്ഷെ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചും സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ജനങ്ങളോട് സംസാരിച്ച ഈ സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞതും KG ജോർജിനെ പോലെ ഇത്രയും പ്രതിഭാധനനായ ഒരു സംവിധായകനെ കൊണ്ട് ഈ ചിത്രം ഉണ്ടാക്കാൻ കഴിഞ്ഞതും ഒക്കെ വലിയ അഭിമാനമായി പലപ്പോഴും ഇദ്ദേഹം പറയാറുണ്ട്. മാത്രമല്ല ഈ ഒരു സൗഹൃദ സംഭാഷണം പോലെ കടന്നു പോകുന്ന ഒരു ചലച്ചിത്ര നിർമ്മാണ രീതിയായിരുന്നു ഗാന്ധിമതി ബാലനും പത്മരാജനും ഒക്കെ ആയിക്കൊണ്ടത്. ആ വസന്തകാലത്ത്, മലയാള സിനിമയുടെ ആ വസന്തകാലത്ത് ഏറ്റവും വലിയ കരുത്തായി മാറിയ ഒരാളായിരുന്നു ഗാന്ധിമതി ബാലൻ. ശരി. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഗാന്ധിമതി ബാലനെ ഓർക്കുകയായിരുന്നു. സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് 69 വയസ്സായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. മാസപ്പടി കേസിൽ CMRLന് ED സമൻ. CMRLന്റെ പ്രതിനിധി നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണം. 24 ബിഗ് ബ്രേക്കിംഗ്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം, അതിൽ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ആരോപണത്തിൻ്റെ പ്രതിപക്ഷം ശക്തമായി നീക്കിവെക്കുന്ന പശ്ചാത്തലം നമുക്ക് മുമ്പിലുണ്ട്. ഈ കേസിലെ EDയുടെ എൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഇതിനു മുമ്പുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ EDയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ നീക്കങ്ങൾ അതിനി തുടർന്ന് വേഗത്തിലുണ്ടാകുമോ? ആദ്യം CMRൽ നിന്ന് പിന്നീട് വേഗത്തിലുള്ള നടപടികൾ EDയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ശ്രീകാന്ത്, 12 പേർക്കുള്ള സമൻസ് തയ്യാറാക്കിയതിന് ശേഷമാണ് ED ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചത്. ആദ്യത്തെ സമൻസ് CMRLന് പോയിരിക്കുന്നു. നേരത്തെ ഇതിൽ കേസെടുത്ത വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചതും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 12 സമൻസ് ഇതിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ ചില വ്യക്തികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, സംഘടനകളുണ്ട്. CMRLന് ആദ്യത്തെ നോട്ടീസ് പോയി.
ഇനി എക്സാലോജിക്കിന് നോട്ടീസ് ഉണ്ടാകും, KICDCക്ക് ഉണ്ടാകും. ഒപ്പം CMRL പണം നൽകി സഹായിച്ച മറ്റു ചില സ്ഥാപനങ്ങളും സംഘടനകളുമുണ്ട്. അവർക്കും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ആവശ്യമായ രേഖകളുമായി ED ഓഫീസിൽ കൊച്ചിയിൽ ഹാജരാകാൻ CMRLന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾ കൂടി ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ED അന്വേഷണം ശക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ അന്വേഷണം എന്നുള്ളത് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ശരി, ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മാർക്കറ്റ് വ്യൂവിന്റെ സമയമാണ്. മാർക്കറ്റ് വ്യൂവുമായി പ്രേക്ഷകർക്കൊപ്പം ക്രിസ്റ്റീന ചെറിയാനെത്തും. അതിനുശേഷം ഗുഡ് ആഫ്റ്റർനൂൺ തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. രാജ്യത്ത് സുസ്ഥിര ഭരണം വരുമെന്ന പ്രതീക്ഷയിൽ വിപണികൾ. സെൻസെക്സ് 74,800 മുകളിൽ വ്യാപാരം തുടരുന്നു. റെക്കോർഡ് കുറിച്ച് മിഡ് ക്യാപ് ഓഹരികൾ. KSB ഓഹരി വില BSEയിൽ 4,350 രൂപ എന്ന നിരക്കിൽ. റീറ്റെയിൽ നിക്ഷേപകർക്ക് അനുയോജ്യമായ രീതിയിൽ ഓഹരി വിഭജനം പ്രഖ്യാപിച്ചത് തുണയായി. സുപ്രീംകോടതി വിധിയെ തുടർന്ന് റിലയൻസ് ഇൻഫ്ര ഓഹരി വില 20% ഇടിഞ്ഞു. സുപ്രീംകോടതി റദ്ദാക്കിയത് 8,000 കോടിയുടെ അനുകൂല വിധി. കറൻസി വിപണിയിൽ തിളങ്ങി രൂപ. റെക്കോർഡ് തകർത്തു പൊന്ന്. ഈ മാസം തുടർച്ചയായ 8ാം തവണയും റെക്കോർഡ് തിരുത്തി. പവന് 80 രൂപ കൂടി 52,880 രൂപയും ഗ്രാമിന് 10 രൂപ കൂടി 6,610 രൂപയും. ഈ മാസം പവന് കൂടിയത് 2,000 രൂപ. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനയും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിലക്കയറ്റത്തിന് കാരണം. GSTയും 10% പണിക്കൂലിയും ചേർത്ത് ഒരു ഭവൻ ആഭരണ രൂപത്തിൽ ലഭിക്കാൻ 60,000 രൂപ നൽകേണ്ടി വരും. വിസ നിയമങ്ങൾ കർശനമാക്കി ന്യൂസിലൻഡ്. കുടിയേറ്റ നിയന്ത്രണത്തിന് കർശന നടപടികൾ. ഇമിഗ്രേഷൻ പരിഷ്കരണം ഇന്ത്യക്കാരടക്കമുള്ള തൊഴിലന്വേഷകർക്ക് തിരിച്ചടിയാകും. വൈദഗ്ധ്യം കുറഞ്ഞ തൊഴിലുകൾക്കും ഇംഗ്ലീഷ് പ്രാവീണ്യം നിർബന്ധമാക്കും. തുടർച്ചയായ താമസ കാലയളവ് 5 വർഷത്തിൽ നിന്ന് 3 വർഷമായി കുറയ്ക്കും. മേക്ക് ഇൻ ഇന്ത്യയിൽ കൈകോർത്ത ആപ്പിൾ. 2024 ആപ്പിൾ രാജ്യത്ത് അസംബിൾ ചെയ്തത് $1,400 കോടി മൂല്യമുള്ള ഐഫോണുകൾ. മൊത്തം ഉൽപാദനത്തിന്റെ 14% ഇന്ത്യയിൽ നിന്നെന്ന് കണക്കുകൾ. ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ പ്രതിമാസ ഭക്ഷണ ബജറ്റിന്റെ പകുതിയും പുറമേ നിന്നുള്ള ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യക്കാർ വീട്ടിൽ പാചകം ചെയ്യുന്നതിൽ ഗണ്യമായ കുറവുണ്ടായെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്ക്. പുറത്തുനിന്നുള്ള ഭക്ഷണം, പാക്ക് ചെയ്ത ഫുഡ് ഡെലിവറി സേവനങ്ങൾ എന്നിവയ്ക്കായി ചെലവഴിക്കുന്ന തുകയിൽ വൻ വർധനയെന്ന് റിപ്പോർട്ട്. ഇന്ന് വിപണികൾ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വിപണികൾ റെക്കോർഡ് കുറിച്ചിരുന്നു. BSEയിലെ ആസ്തി മൂല്യം 400 ലക്ഷം കോടി കടന്നിരുന്നു. അതിനുശേഷം ഇന്നലെ ഒരു ചുവപ്പ് രാശിയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിലും ഇന്നിപ്പോൾ വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് മികച്ച നിലയിലാണ്. BSE ബോംബെ ഓഹരി സൂചികയിൽ 258 പോയിന്റ് ഉയർന്ന് 74,943 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. അതായത് 75,000 എന്ന മാജിക്കൽ സംഖ്യയുടെ തൊട്ടു താഴെയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക്, ധനകാര്യ ഓഹരികളൊക്കെ ഇന്ന് നേട്ടത്തിലുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. അതേപോലെ തന്നെ 92 പോയിന്റ് ഉയർന്ന് 22,734 എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. കറൻസി വിപണിയിൽ രൂപയ്ക്ക് ഇന്നൊരു തിളക്കം കിട്ടിയ ദിവസമാണ്. ഒപ്പം തന്നെ സ്വർണ്ണവില ഇന്ന് കൂടിയിട്ടുണ്ട്. പവന് 52,880 എന്ന നിലയിലാണ് ഇന്ന് സ്വർണത്തിന്റെ നിരക്ക്. ശ്രീ പോൾ തോമസ് ഉണ്ട് നമ്മോടൊപ്പം, DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. US-ന്റെ വിലക്കയറ്റ നിരക്ക് വരാനിരിക്കുന്നു. രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സുസ്ഥിര ഭരണം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു പോസിറ്റീവ് നോട്ടിലാണല്ലോ വിപണി. അതെ, ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. ഇന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇന്ന് കാണുന്നത്. കാരണം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് കാര്യമായിട്ടുള്ള സെല്ലിംഗ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടായില്ല. വളരെ സ്ട്രോങ് ആയിട്ട്, അതായത് നിഫ്റ്റിയെ സംബന്ധിച്ച 22,740 ലെവൽ വരെ താന്നുള്ളൂ. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് നിന്ന് അവിടെ നിന്ന് പതുക്കെ 673 വരെയാണ്, 22,673 വരെയാണ് നിഫ്റ്റി താന്നത്. അവിടെ നിന്ന് തിരിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് കയറുന്നതായിട്ടാണ് മാർക്കറ്റ് കാണിക്കുന്നത്. പ്രധാനമായിട്ട് പബ്ലിക് സെക്ടർ കമ്പനീസ്, അതായത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം, BPCL,
GMDC, NMDC തുടങ്ങിയ കമ്പനികളെല്ലാം 3 മുതൽ 7% വരെ ഉയർന്നാണ് ട്രേഡ് നടക്കുന്നത്. വളരെ റിലയൻസ് തുടങ്ങിയ ITC തുടങ്ങിയ ഫ്രണ്ട് ലൈൻ കമ്പനികളിൽ നിന്നും സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ പോലെ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ്. ഓരോ ദിവസവും മാർക്കറ്റ് പുതിയ ഹൈകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ശരി, വിപണി ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ്. നിക്ഷേപകർ നേട്ടം കൊയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. വാർത്തകളിലേക്ക് വീണ്ടും 24ന്റെ പ്രേക്ഷകർക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇരുപത്തിയൊൻപത് ദിവസം നീണ്ട റമദാൻ വ്രതത്തിന് ശേഷം സംസ്ഥാനത്ത് ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. വിവിധയിടങ്ങളിൽ ഈദ്ഗാഹുകൾ നടന്നു. രാജ്യത്ത് ഭരണഘടന സംരക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 24നോട് പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി നടന്ന ഈദ് നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം VP ഷുഹൈബ് മൗലവി നേതൃത്വം നൽകി. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ആത്മാവിന് നിരക്കാത്ത നിയമങ്ങളാണ് പൗരത്വ ഭേദഗതി നിയമങ്ങളടക്കമുള്ള കാര്യങ്ങൾ. ഒരു സമുദായത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്ന രീതി നമ്മുടെ രാജ്യത്തിന് കേട്ടുകേൾവിയില്ലാത്തതാണ്. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പുല്ലേപ്പടി ജുമാ മസ്ജിദ് ഇമാം സലാവുദ്ദീൻ മദനിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിന് KNM ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ ഈദ്ഗാഹിൽ പങ്കെടുത്തു. ഈദ് ആശംസയ്ക്കൊപ്പം ഭരണഘടന സംരക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഓർമ്മിപ്പിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഭൂലോകത്ത് ആരൊക്കെയുണ്ട്, അവിടെ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധനെന്നോ ജൈനനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരോടും അവരറിയിക്കുന്ന വിധത്തിൽ നിങ്ങൾ കൃപ കാണിക്കണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പ്രശസ്ത മിമിക്രി കലാകാരൻ ജയേഷ് പുല്ലാട് അന്തരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഫ്ലവേഴ്സ് കോമഡി ഉത്സവം കുടുംബാംഗവും കോമഡി ഉത്സവം വൈറൽ താരവുമാണ് ജയേഷ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിറ്റുവരവ് 50,000 കോടി കടന്നു. 51,218 കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വിറ്റുവരവ്. ഒരു വർഷത്തിനുള്ളിൽ 100 ഷോറൂമുകൾ കൂടി കമ്പനി ആരംഭിക്കുമെന്നും ഇതിനായി 7,000 ജീവനക്കാരെ അധികമായി നിയമിക്കുമെന്നും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.